എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് വേറെ സ്ഥലമായിട്ട് തോന്നുന്നു അല്ലേ? വേറെ സ്ഥലത്ത് തന്നെയാണ്. ഒരു ചെറിയ യാത്ര വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ഉള്ള സൗകര്യത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോൾ വോളിയം ലൈറ്റിംഗ് ഒക്കെ കുറച്ച് ഇതായിട്ട് തോന്നും, ക്ഷമിക്കുക. പിന്നെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓർക്കുക, അതൊരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അപ്പം ന്യൂട്രലായിട്ട് മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ. ഓക്കെ, റീഡിങ്ങിലേക്ക് പോവാണ്. ഷോർട്ടായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കും കേട്ടോ. ഇന്ന് ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സ് അവരുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മാറ്റങ്ങളാണ് അവരുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത്? എൻ്റെ വ്യൂവേഴ്സ് അവരുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്? പ്ലീസ് ഗൈഡ്. The Sun, Two of Pentacles, Devil, Seven of Pentacles, the Fool, Lovers, Four of Wands, Death, Judgment, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് കിങ് ഓഫ് കപ്സ്. ആദ്യമായിട്ട് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പോസിറ്റിവിറ്റി ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ എന്നാണ് ആദ്യമായിട്ട് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. കാരണം നിങ്ങൾ കഴിവുകളുള്ള വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ്. അതേ പോസിറ്റീവ്നെസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്കും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. എല്ലാത്തിൻ്റെയും പോസിറ്റീവ് സൈഡ് കാണുക. എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതെല്ലാം നല്ലതായി വരുമെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാനും ഡിവൈനിൻ്റെ അടുത്ത് വിശ്വാസം വയ്ക്കാനും നിങ്ങളിൽ തന്നെ വിശ്വസിക്കാനും ഒക്കെയാണ് അവിടെ ഒരു ഗൈഡൻസ് കിട്ടുന്നത്. ഓക്കെ, ടു ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങൾ ജഗ്ലിങ് സിറ്റുവേഷനിലാണ്. ആ പ്രോസസ്സിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെയും ജഗിൾ ചെയ്യുകയാണ്, കൺഫ്യൂസ് ആക്കുകയാണ്. ഓക്കെ, കാരണം നിങ്ങൾ ഉറച്ചൊരു തീരുമാനം അറിയിക്കുന്നില്ല. നിങ്ങൾക്ക് രണ്ടാലൊന്ന് തീരുമാനിക്കുക. അവരെ ഇട്ട് ടെൻഷൻ അടിപ്പിക്കുക, നിങ്ങൾ ഇരുന്ന് ടെൻഷൻ അടിക്കുക. അത് രണ്ടാലൊന്ന് തീരുമാനിക്കുക എന്നാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തുക. ഒന്നുകിലും മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അവിടെ നിർത്തുക. ഓക്കെ, കൺഫ്യൂസായി നിങ്ങളെയും ടെൻഷനാക്കി അവരെയും ടെൻഷനാക്കി അത് നല്ലതല്ല. ഡെവിൾ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ പ്രതി ഒബ്സസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അവരെ നിൽക്കാനും തിരിയാനും സമ്മതിക്കാതിരിക്കുക, ഓവർ ഒബ്സസ്ഡ് ആയിട്ട് ഇവരുടെ അടുത്ത് പെരുമാറുക, സ്നേഹം കൊണ്ട് പുറത്ത് കൊടുക്കാതിരിക്കുക, സംശയിക്കുക, അങ്ങനെയൊക്കെ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് മനസ്സിൽ വരിക ഇവരെ പറ്റി, അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം മാറ്റാനാണ് ഡിവൈൻ അവിടെ ഗൈഡ് ചെയ്യുന്നത് കേട്ടോ. വിശ്വാസമല്ലേ വേണ്ടത് ആദ്യം, അല്ലേ? വിശ്വാസമാണ് വേണ്ടത്. നെഗറ്റീവ് തോട്ട്സ് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അങ്ങ് പാടെ തള്ളിക്കളയണം, അതാണ് വേണ്ടത് കേട്ടോ. സെവൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങൾ സ്വന്തം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കുക. സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് കെയർ എല്ലാം നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ഡിവൈൻ പറയുന്നത്. കാരണം നിങ്ങൾ സ്വയം റെസ്പെക്റ്റ് ചെയ്യുന്നവിടെ മാത്രമേ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റിനുമുള്ളവർ, അല്ലേ? നിങ്ങൾ നല്ല നിലയിലാണ്, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ നാലാളുണ്ട് എന്ന് കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും കേട്ടോ. അത് ഫൂള് വെച്ചിട്ട് എപ്പോഴും സ്ട്രെസ്സ് മാത്രം എടുത്തുകൊണ്ടിരിക്കാതെ അതൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യാത്രകൾ പോകൂ, മറ്റുള്ളവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യൂ, ഫ്രണ്ട്സുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യൂ, നേച്ചറുമായിട്ട് കണക്റ്റഡ് ആവൂ. എന്താ പറയുക, കുറച്ച് കായൽ, കടൽ, അതുപോലെ പുഴ, മൗണ്ടൻസ്, പൂക്കൾ, ഗാർഡൻസ്, അങ്ങനെയെല്ലാം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യൂ. ഓക്കെ, മൃഗങ്ങളെ ഇഷ്ടമാണെങ്കിൽ മൃഗങ്ങളുടെ ഒത്ത് ടൈം സ്പെൻഡ് ചെയ്യൂ, പെറ്റ്സിന് സമയം കണ്ടെത്തൂ, ഫ്രണ്ട്സിന് സമയം കണ്ടെത്തൂ. ഓക്കെ, മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് ഡിവൈൻ അവിടെ പറയുന്നത്. ലവേഴ്സ് വെച്ചിട്ട്
നിങ്ങളുടെ 100% സ്നേഹം നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, മുഴുവൻ വിശ്വാസത്തോടെ ഹൃദയം തുറന്ന് അവരെ സ്നേഹിക്കുക. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്, അത് പ്രത്യേകിച്ച് ഗൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളത് വേണ്ടുവോളം തന്നെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. 4 ഓഫ് വാൻഡ്സ് വെച്ച് പുതിയ തുടക്കങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുക എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. അത് ഒരു സെൽഫ് കെയർ, സെൽഫ് റെസ്പെക്റ്റിൻ്റെ രീതിയിലാവാം. നിങ്ങൾ സ്വയം ഒരു തൊഴിൽ സമ്പാദിക്കുന്നതാവാം, അല്ലെങ്കിൽ പുതിയ ബിഗിനിങ്സ് ജീവിതത്തിൽ കൊണ്ടുവരുന്ന, നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അത് എപ്പോഴും ഒരു കല്യാണം, എൻഗേജ്മെൻറ്റ് അങ്ങനെയൊന്നുമല്ല. സ്വന്തം കാര്യങ്ങളും കൂടി കുറച്ച് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ പോസിറ്റിവിറ്റി കൊണ്ടുവന്ന് മാറ്റങ്ങൾ വരുത്താൻ അവരെ പ്രേരിപ്പിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഡെത്ത് ആൻഡ് റീബർത്ത് വെച്ചിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷനിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾക്കൊരു അന്ത്യം കുറിക്കുക, എന്നിട്ടൊരു പുതിയ തുടക്കത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുക. അത് തന്നെയാണ് 4 ഓഫ് വാൻഡ്സ് വീണ്ടും അവിടെ പറയുന്നത് അല്ലേ. സ്പിരിച്വാലിറ്റിയിലേക്ക് കുറച്ച് ഇൻക്ലിനേഷൻ കാണിക്കാനും അവിടെ ഗൈഡൻസ് വരുന്നുണ്ട്. ഓക്കെ, കാരണം ദൈവത്തിനെ പാടെ മറന്നിരിക്കുകയാണെങ്കിൽ കുറച്ച് സ്പിരിച്വാലിറ്റിയിലേക്കും കൂടി, ദൈവവിശ്വാസത്തിലേക്കും കൂടി നിങ്ങൾ തിരിയേണ്ടിയിരിക്കുന്നു എന്നും അവിടെ ഒരു ഗൈഡൻസ് വരുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് മനസ്സിൽ സ്നേഹം വെച്ചിട്ട് നിങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കാതിരിക്കുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, നിങ്ങളുടെ പേഴ്സണും എന്തോ പ്രോസസ്സ് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ സ്നേഹം വെളിപ്പെടുത്തുക എന്നാണ് അവിടെ ഗൈഡൻസ് വരുന്നത് കേട്ടോ. ഒരു 4-5 കാർഡ് കൂടെ എടുക്കാം. സമ്മോ കാർഡ്സ്. എൻ്റെ വ്യൂവേഴ്സ് എന്താണ് ഇവരുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്യേണ്ടത്? പേജ് ഓഫ് കപ്സ്. കമ്മ്യൂണിക്കേഷൻ, സംസാരിക്കുക, തുറന്ന സംസാരം. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. എനിക്കറിയാം നിങ്ങളുടെ പേഴ്സൺ പലരും നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങളെങ്ങനെ കോൾ ചെയ്യും എന്ന് നിങ്ങൾ ചോദിക്കും, അതെനിക്കറിയാം. ബ്ലോക്ക്ഡ് അല്ലാത്തവർ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളാണ്, സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായും സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. 2 ഓഫ് കപ്സ് വെച്ചിട്ട് തീർച്ചയായും റീയൂണിയൻ പോസിബിൾ ആയിട്ടുള്ളവർ ചെയ്യൂ എന്ന് തന്നെയാണ് അവിടെ ഗൈഡൻസ്. ഓക്കെ, സമാധാനപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, വഴക്കുകളില്ലാതിരിക്കുക. ഒരുപാട് സംശയം, ഈ പറഞ്ഞ ഡെവിൾസ് എനർജി അതിലുള്ള കാര്യങ്ങൾ കാരണം നിങ്ങൾ അവരെ വിട്ടിരിക്കുകയാണ്, സംശയിച്ചിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, ജഗ്ലിങ്ങിലാണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്ത് വന്നൊരു റീയൂണിയനാണ് ഡിവൈനോടെ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. എംപ്രസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണെ ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുമ്പോഴുള്ള സ്നേഹം കൊടുക്കുക എന്ന്, അൺകണ്ടീഷണൽ ലവ് എന്ന് പറയില്ലേ, ഒരു കണ്ടീഷൻസും വെക്കാതെ അവരെ സ്നേഹിക്കുക എന്നാണ് ഡിവൈൻ അവിടെ പറയുന്നത് കേട്ടോ. 9 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിനും കൂടി വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അവരുടെ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സൺ അല്ല നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം ലൈഫിൽ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ലൈഫിൽ. അതിലും കൂടി ഫോക്കസ് ചെയ്യുക. അത് മറ്റേ എന്താ പറയുക, 7 ഓഫ് പെൻറ്റക്കിൾസിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ്. സ്വന്തം വിഷസും കൂടി ഫുൾഫില്ല് ചെയ്യുക. മനസ്സിലായില്ലേ? അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കാതെ സ്വന്തം വിഷുകളും കൂടി എന്താ പറയുക സാധിക്കുക എന്നാണ് ഡിവൈനോടെ പറയുന്നത് കേട്ടോ. വീൽ വെച്ചിട്ട് തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ നല്ല സമയം, ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള സകല പ്രശ്നങ്ങളും തീർന്നെല്ലാം ശരിയാകും എന്ന് തന്നെയാണ് അവിടെ ഗൈഡൻസ് കിട്ടുന്നത്. ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ എന്നാണ് അവസാനത്തെ മെസ്സേജ് കേട്ടോ. എല്ലാം ശരിയാകും. നമ്മൾ ധൃതിപ്പെട്ടിട്ടോ അക്ഷമ കാണിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ കരഞ്ഞിട്ടോ യാതൊരു പ്രയോജനമില്ല. ഡിവൈൻ ഒരു സമയം വിചാരിച്ചിട്ടുണ്ട് അല്ലേ, ആ സമയത്ത് എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിഞ്ഞ് ശരിയാകും എന്ന് തന്നെയാണ് അവിടെ ഗൈഡൻസ് കേട്ടോ. അപ്പോൾ പൂർണ്ണമായി ഫെയ്ത്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്, വിശ്വാസം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടും ഇന്ന് പറഞ്ഞത് എന്താണ്, സെൽഫ് കെയർ, സെൽഫ് റെസ്പെക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യൂ. സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സംസാരിച്ച് തീർക്കൂ. ഓവർ ഒബ്സഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തു വരൂ. മനസ്സ് തുറന്ന് സ്നേഹിക്കൂ. പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി മനസ്സ് തുറന്നു വയ്ക്കൂ. പോസിറ്റിവിറ്റി ലൈഫിലേക്ക് എംപ്രേസ് ചെയ്യൂ. ഓക്കെ, സ്നേഹം പ്രകടിപ്പിക്കൂ എന്നൊക്കെയാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ,
നമുക്ക് നാളെ നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് എന്ത് മാറ്റങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് നാളത്തേക്ക് ഞാൻ ചെയ്യാം. ഓക്കെ.